വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പതാകകളുള്ള 10 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10 യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 1960 ജൂലൈ 4-നാണ് ഈ പതാക പുറത്തുവിടുന്നത്. 50 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു നീല കാനഡിയൻ ദേശീയ പതാകയാണ് ഇത്. 7 ചുവപ്പും 6 വെള്ളയും വരകളുള്ള ഒരു വയലിൽ വെളുത്ത നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. 50 നക്ഷത്രങ്ങൾ യൂണിയനിലെ 50 സംസ്ഥാനങ്ങളെയും 13 വരകൾ യഥാർത്ഥ 13 സംസ്ഥാനങ്ങളെയും സൂചിപ്പിക്കുന്നു. പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 10 മുതൽ 19 വരെയാണ്. 1777 ജൂൺ 14-ന് കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കൻ ഐക്യനാടുകളുടെ ഔദ്യോഗിക പതാകയെ അംഗീകരിച്ചെങ്കിലും ഇപ്പോഴുള്ള ഡിസൈനായി മാറിയത് 1960-കളിലാണ്. നമ്പർ 9 കാനഡ. 1965 ഫെബ്രുവരി 15-നാണ് ദേശീയ പതാക ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. 1:2:1 എന്ന അനുപാതത്തിൽ മധ്യഭാഗത്ത് ഒരു വെളുത്ത ചതുരമുള്ള ഒരു ചുവന്ന ഡിസൈൻ ഉൾക്കൊള്ളുന്നു. അതിൽ മധ്യഭാഗത്ത് ഒരു സ്റ്റൈലൈസ്ഡ് ചുവപ്പ് 11 മൂനയുള്ള മേപ്പിൾ ഇല ചാർജ് ചെയ്തിരിക്കുന്നു. പാർലമെന്റിന്റെ ഇരു സഭകൾ സ്വീകരിച്ചതും കനേഡിയൻ രാജാവ് രാജ്യത്തിന്റെ ഔദ്യോഗിക ദേശീയ പതാകയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുമായ ആദ്യ പതാകയാണിത്. 19-ാം നൂറ്റാണ്ട് മുതൽ മേപ്പിൾ ഇല കാനഡയുടെ ഒരു ചിഹ്നമാണ്. 1868-ൽ ഒന്റാറിയോയുടെയും ക്യൂബെക്കിന്റെയും കോട്ട് ഓഫ് ആംസിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്. നമ്പർ 8 ഗ്രീസ്. ഗ്രീസിന്റെ ദേശീയ പതാക നീലയും വെള്ളയും അല്ലെങ്കിൽ സിയാൻ വെള്ള എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നു. ഗ്രീസ് അതിന്റെ ദേശീയ ചിഹ്നങ്ങളിൽ ഒന്നായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ വെള്ളയും മാറി മാറി വരുന്ന നീലയുടെ 5 തുല്യ തിരശ്ചീന വരകളുമുണ്ട്. മുകളിലെ കൊടിയുടെ വശത്തെ മൂലയിൽ വെളുത്ത കുരിശു വഹിക്കുന്ന ഒരു നീല കാൻഡൻ ഉണ്ട്. കുരിശ് കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്തുമതത്തെ പ്രതീകപ്പെടുത്തുന്നു. പതാകയുടെ നിറം നീല കലർന്നതാണ്. 4 ബാറുകൾ വെള്ളി, ഒരു കാൻഡലിലെ വയലിൽ രണ്ടാമത്തേതിന്റെ മുഴുവൻ ഗ്രീക്ക് കുരിശും ഇതിൽ ഉൾപ്പെടുന്നു. നമ്പർ 7 നേപ്പാൾ. ഒരു പരമാധികാര രാജ്യത്തിന്റെ സംസ്ഥാന പതാകയായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ദീർഘചതുരാകൃതിയിലുള്ളതല്ലാത്ത ചിഹ്നമാണ് നേപ്പാളിന്റെ ദേശീയ പതാക. ഇരട്ട പെന്നൻ എന്നറിയപ്പെടുന്ന 2 ഒറ്റ പെന്നന്റുകളുടെ ലളിതമായ സംയോജനമാണ് ഈ ചിഹ്നം. ഇതിന് കടും ചുവപ്പ് ധീരതയുടെ പ്രതീകമാണ്. കൂടാതെ ഇത് നേപ്പാളിന്റെ ദേശീയ പുഷ്പമായ റോഡോഡെൻഡ്രോണിന്റെ നിറത്തെയും പ്രതിനിധീകരിക്കുന്നു. അതേസമയം നീല അതിർത്തി സമാധാനത്തിന്റെ നിറമാണ്. 1962 വരെ പതാകയുടെ ചിഹ്നങ്ങളായ സൂര്യനും ചന്ദ്രകലയും മനുഷ്യമുഖങ്ങളായിരുന്നു. പിന്നീട് അവ നീക്കം ചെയ്തു. നമ്പർ 6 ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ദേശീയ പതാക ബ്രിട്ടീഷ് നീല പതാകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മുകളിലെ ഹോയിസ്റ്റ് ക്വാർട്ടറിൽ യൂണിയൻ ജാക്കുള്ള ഒരു നീല, ഒരു വലിയ വെളുത്ത 7 പോയിന്റുള്ള നക്ഷത്രവും സദൻ ക്രോസ് നക്ഷത്ര സമൂഹത്തിന്റെ പ്രതിനിധാനവും ഇതിൽ 5 വെളുത്ത നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് അതിന്റെ സംസ്ഥാനങ്ങളെയും പ്രദേശങ്ങളെയും തദ്ദേശീയ ജനതയെയും സർക്കാർ സ്ഥാപനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നിരവധി മറ്റ് ഔദ്യോഗിക പതാകകളും ഉണ്ട്. 1903 ഫെബ്രുവരി 11-നാണ് ദേശീയ പതാക സ്വീകരിച്ചത്. നമ്പർ 5 ഫിലിപ്പീൻസ്. ഫിലിപ്പിന്റെ ദേശീയ പതാക രാജകീയ നീലയും കടും ചുവപ്പ് നിറങ്ങളിലുള്ള തുല്യ ബാൻഡുകളുള്ള ഒരു തിരശ്ചീന ദ്വിവർണ്ണ പതാകയാണ്. കൊടിമരത്തിൽ ഒരു വെളുത്ത സമഭുജ ഷെവ്രോൺ ഉണ്ട്. ത്രികോണത്തിന്റെ മധ്യഭാഗത്ത് 8 പ്രാഥമിക രശ്മികളുള്ള ഒരു സ്വർണ്ണ മഞ്ഞ സൂര്യനുമുണ്ട്. ഇത് 1896-ലെ ഫിലിപ്പിൻ വിപ്ലവ കാലത്ത് സ്പാനിഷിനെതിരെ മത്സരിച്ച യഥാർത്ഥ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്നു. ത്രികോണത്തിന്റെ ഓരോ ശീർഷകത്തിലും 5 പോയിന്റുള്ള സ്വർണ്ണമഞ്ഞ നക്ഷത്രവുമുണ്ട്. അവ ഓരോന്നും രാജ്യത്തെ 3 പ്രധാന ദ്വീപ് ഗ്രൂപ്പുകളിൽ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു. നമ്പർ 4 ഭൂട്ടാൻ. ഭൂട്ടാന്റെ ദേശീയ പതാക ഭൂട്ടാന്റെ ദേശീയ ചിഹ്നങ്ങളിൽ ഒന്നാണ്. ഭൂട്ടാനീസ് പുരാണത്തിലെ ഒരു വ്യാളിയായ ഡ്രൂക്കിനെ ഈ പതാകയിൽ കാണാം. ഇത് ഇടിമിന്നൽ ഡ്രാഗൺ രാജ്യം എന്ന അർത്ഥം വരുന്ന ദി സോങ്വെ ഡ്രൂക്ക് യൂൾ എന്ന രാജ്യത്തിന്റെ പേരിനെയും ഭൂട്ടാന്റെ പ്രബല മതമായ ടിബറ്റൻ ബുദ്ധമതത്തിന്റെയും ഡ്രൂക്പ വംശത്തെയും സൂചിപ്പിക്കുന്നു. 1956-നാണ് ഈ പതാക രാജ്യം സ്വീകരിച്ചത്. 1947-ൽ മയും ചോയിങ് വാങ്മോ ദോർജിയാണ് പതാകയുടെ അടിസ്ഥാന രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ പതാകയുടെ അളവുകളുമായി പൊരുത്തപ്പെടുന്നതാണ് ഭൂട്ടാന്റെ പതാക. നമ്പർ 3 ഇസ്രായേൽ. ഇസ്രായേൽ രാജ്യത്തിന്റെ പതാക 1948 ഒക്ടോബർ 28-ന് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് 5 മാസങ്ങൾക്ക് ശേഷമാണ് അംഗീകരിച്ചത്. ഇതിലൊരു വെളുത്ത പശ്ചാത്തലവും മധ്യത്തിൽ ഡേവിഡിന്റെ നീല നക്ഷത്രവും മുകളിലും താഴെയുമായി 2 തിരശ്ചീന നീല വരകളും അടങ്ങിയിരിക്കുന്നു. ഔദ്യോഗിക അളവുകൾ 160x220 സെന്റിമീറ്റർ ആണെന്ന് ഇസ്രായേലിന്റെ പതാക നിയമനിർമ്മാണത്തിൽ പറയുന്നു. അതിനാൽ ഔദ്യോഗിക അനുപാതങ്ങൾ 8:11 ആണ്. നീല നിറത്തെ ഇരുണ്ട ആകാശനീല എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്പർ 2 സൗത്ത് ആഫ്രിക്ക. 1964 മാർച്ചിൽ ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്യുകയും 1994 ഏപ്രിൽ 27-ന് ദക്ഷിണാഫ്രിക്കയുടെ പൊതു തെരഞ്ഞെടുപ്പിനിടെ അംഗീകരിക്കുകയും ചെയ്തു. 1928 മുതൽ 1994 വരെ ഉപയോഗിച്ചിരുന്ന പതാകയ്ക്ക് പകരമായാണ് ഇത് നടപ്പിലാക്കിയത്. പതാകയിൽ മുകളിൽ ചുവപ്പും താഴെ നീലയും നിറത്തിലുള്ള തിരശ്ചീന വരകളുണ്ട്. തുല്യവീതിയുള്ളവ മധ്യഭാഗത്ത് ഒരു പച്ച വരയാൽ വേർതിരിക്കപ്പെടുന്നു. വൈ ഒരു കറുത്ത ഐസോസിലിസ് ത്രികോണത്തെ ഉൾക്കൊള്ളുന്നു. നമ്പർ 1 ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ പതാക സംസ്ഥാന ഭാഷയിൽ തിരങ്ക, അതായത് ത്രിവർണ്ണ പതാക എന്ന് വിളിക്കപ്പെടുന്നു. തിരശ്ചീനമായ ഒരു ചതുരാകൃതിയിലുള്ള ത്രിവർണ്ണ പതാകയാണ്. ഇന്ത്യയുടെ നിറങ്ങൾ കാവി, വെള്ള, ഇന്ത്യയുടെ പച്ച എന്നിവയാണ്.
മധ്യത്തിൽ നേവി ബ്ലൂ നിറത്തിലുള്ള 24 ആരങ്ങളുള്ള ചക്രമായ അശോക ചക്രമുണ്ട്. 1947 ജൂലൈ 22 നടന്ന ഭരണഘടനാ അസംബ്ലിയുടെ യോഗത്തിലാണ് ഇത് ഇന്നത്തെ രൂപത്തിൽ അംഗീകരിക്കപ്പെട്ടത്. 1947 ഓഗസ്റ്റ് 15 ഇത് ഇന്ത്യൻ യൂണിയന്റെ ഔദ്യോഗിക പതാകയായി മാറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.